നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചെറിയൊരു സെറ്റിങ്സ് ആണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ആവശ്യമുള്ളൊരു സെറ്റിങ്സ് ആണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് കാണാൻ സാധിക്കും, ആദ്യം തന്നെ 3 വാട്സപ്പാണ്. അതിനകത്ത് ഫേസ്ബുക്ക് ഉണ്ട്, രണ്ടാമത് അതുപോലെ തന്നെ മലയാളം ഇമേജ് എഡിറ്റർ എന്നുള്ള നമുക്ക് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പ്, ഇൻസ്റ്റഗ്രാം, വൈറ്റ് സ്റ്റുഡിയോ ഒക്കെ കൃത്യമായിട്ട് എനിക്ക് ഉപയോഗിക്കേണ്ട ആപ്പുകളൊക്കെ കൃത്യമായിട്ട് ഞാനിവിടെ എൻ്റെ ഇൻ്റർഫേസിൽ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പേജിലേക്ക് നീങ്ങുമ്പോൾ എൻ്റെ ഫോണിനകത്ത് രണ്ടാമത് ആവശ്യമുള്ള ആപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്, മൂന്നാമത്തെ ആപ്പുകളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുത്താൽ അവർ ഈ വാട്സപ്പ് എടുത്തതാ ഇതുപോലെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. നമ്മൾ തിരഞ്ഞ് നടന്നാൽ നമ്മുടെ വാട്സപ്പ് എവിടെ പോയി, നമ്മുടെ മറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എവിടെ പോയി എന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫോണിനകത്ത് തിരഞ്ഞ് നടക്കേണ്ടി വരും, ഏതെങ്കിലും ആപ്പുകൾക്കിടയിലൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുത്താൽ അവർ ഈ ആപ്പ് ഇതുപോലെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഓർഡർ പ്രകാരത്തിൽ വെച്ച ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തിരഞ്ഞു നോക്കിയാൽ കാണില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഡർ പ്രകാരം വെച്ച ആപ്പുകൾ മറ്റാരും കൈകൊണ്ട് തൊട്ട് അത് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിനകത്ത് ചെറിയൊരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി. പിന്നെ ഒരു ആപ്പ് മറ്റൊരാൾക്കും ഇതൊന്നും ഇവിടുന്ന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത്, ഇപ്പോൾ എവിടെ കാണാൻ സാധിക്കും ഒരു ഒഴിഞ്ഞ ഭാഗം, അതിനകത്ത് നിങ്ങളുടെ ഫോണിനകത്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് പിടിക്കുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് കുറേ സെറ്റിങ്സുകളും കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാനം കാണുന്ന സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുന്നത് ഈ കാണുന്ന അവസാനത്തിലുള്ള ഈ മോർ എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താലും അതേ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്താൻ സാധിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് നിങ്ങൾ ഇനി നിങ്ങളുടെ ആപ്പിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ് എഴുതി കാണിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുന്ന് ചലിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഇനി എനിക്ക് ഇവിടുന്ന് വാട്സപ്പ് ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ വാട്സപ്പ് എടുത്ത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ സാധിക്കില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഫോൺ എടുത്ത് ഇതുപോലെ നമ്മുടെ ആപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഇവിടുന്ന് ചലിപ്പിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ഹോം സ്ക്രീൻ ലോക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ പേജിലേക്ക് പോയാലും ഇവിടെ വെച്ച് നമുക്ക് ആപ്പുകൾ മൂവ് ചെയ്യാൻ സാധിക്കില്ല. എവിടെയും കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഓർഡറായിട്ട് വെച്ചിരിക്കുന്ന ആപ്പുകൾ മറ്റൊരാൾക്കെടുത്ത് അതിൻ്റെ സ്ഥാനം മാറ്റാനോ അല്ലെങ്കിൽ അത് ചലിപ്പിക്കാനോ സാധിക്കില്ല. ഇനി ഒരു വാട്സപ്പ് ഇവിടെ ചെയ്ത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് ഇവിടെ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന്. അതായത് ഈ ഒരു ആപ്പ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കില്ല. ഇനി ഇത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഐ ബട്ടൺ കാണും. ഈ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വെച്ച് നമുക്ക് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ലോക്ക് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ നേരത്തെ സെറ്റിങ്സിൽ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന ഭാഗത്ത് പോവുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ആ സെറ്റിങ്സിനകത്ത് ഇവിടെ കാണാം ലോക്ക് ലേഔട്ട് എന്ന് നേരത്തെ നമ്മൾ ലോക്ക് ചെയ്തത്, ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ആപ്പുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് നോക്കാം. പഴയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും, ഇതുപോലെ മൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി വെച്ചിരിക്കുന്ന ആപ്പ് അവർ എടുത്തിട്ട് പല സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ തടയാൻ എനിക്കിത് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.